പോഷകങ്ങളാൽ സമ്പന്നമാണ് പുതിനയില. പലതരം ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ പുതിന ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയ്ക്കും അനേകം ഗുണങ്ങളുണ്ട്. ദഹനം മെച്ചപ്പെടുത്താനും ബാഡ് ബ്രീത്ത് മാറാനും ഇത് സഹായിക്കും. ഗ്യാസ്, അസിഡിറ്റി, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിനയില നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ, മഗ്നീഷ്യം, കോപ്പർ, അയൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ചായ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിന് ഒരു പാനിൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളപ്പിക്കണം. കുറച്ചു നേരം ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വിടുക. നമ്മുടെ ചായയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് പകുതി ഭാഗം നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. ദഹനത്തിന് വളരെ നല്ലതാണ് നാരങ്ങാ നീര്. കുറച്ചൊന്ന് ചൂടാറിയാൽ ഇതിലേക്ക് 1 ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഈ ചായക്കാകും. പ്രമേഹമുള്ളവരാണെങ്കിൽ തേൻ ഒഴിവാക്കുക. BP കൂടുതലുള്ള ആളുകളാണെങ്കിൽ നാരങ്ങാനീരും കുറയ്ക്കാം. ശരീരത്തിലെ വിഷവസ്തുക്കളെ കുറയ്ക്കാനായിട്ട് ഈ ചായ സഹായിക്കും. പതിവായി വയറുവേദന അനുഭവപ്പെടുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാനും ഈ ഒരു ചായ മതിയാകും. രാവിലത്തെ പാൽ ചായ ഉപേക്ഷിച്ച് ഈ ചായ കുടിച്ചാൽ മതിയാകും. വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് 2 മണിക്കൂർ മുൻപും ഈ ചായ കുടിക്കാം. ദഹനം നേരെയായി നടക്കാനും ആസിഡിറ്റി മാറാനും അതുപോലെ തന്നെ നമ്മുടെ ബാഡ് ബ്രീത്ത് മാറാനും ഒക്കെ ഈ ചായ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ചായ ഇന്നു മുതൽ നിങ്ങളും ശീലമാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.